എനിക്ക് ഒട്ടും ബഹുമാനമില്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു സംശയം ചോദിക്കുക. നിങ്ങളുടെ മരുമകൻ അദ്ദേഹം ആദ്യം കെട്ടിയ സ്ത്രീയെ ഭീകരമായി മർദ്ദിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരുടെ കുട്ടികളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്ന ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ നിങ്ങൾക്ക് ഇന്ന് വന്ന് ഒരു പരാതി എഴുതി തന്നാൽ നിങ്ങൾ ഇതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് അന്വേഷിക്കുന്ന പോലെ അന്വേഷിക്കുമോ? നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ട് ഒരു പരാതി എഴുതി മേടിച്ചില്ലായിരുന്നു? അതെവിടെയായി ഇന്ന്? സരിത എന്ന് പറയുന്ന ഒരു ആരുടെയെല്ലാം കൂടെ കിടന്ന് അവൾക്ക് പോലും അറിയത്തില്ലാത്ത എന്ന് വെച്ചാൽ അവൾ പറയുന്നത് അത്ര ഒരു അഭിസാരികയുടെ കയ്യിൽ നിന്നൊരു പരാതി എഴുതി മേടിച്ച് നിങ്ങൾ അവർക്ക് ഉമ്മൻചാണ്ടി സാറിനെതിരെ കേസ് കൊടുത്തത് CBI എൻക്വയറിക്ക് വരെ പോയില്ലേ? അതെവിടം വരെ ആയി? ആ മനുഷ്യൻ മരിക്കാൻ നിങ്ങളും കൂടെ കൂടിയല്ലേ കാരണക്കാരൻ? നിങ്ങളാ ചെയ്ത ക്രൂരതയല്ലേ അയാൾ മരിക്കാനുള്ള കാരണം? പ്രിയമുള്ളവരെ, രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരെയുള്ള പെണ്ണ് കേസിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഈ വിക്ടിമിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അതിജീവിതയുടെ കയ്യിൽ നിന്ന് കംപ്ലൈൻറ്റ് എഴുതി മേടിച്ച് കേസിൽ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് അറിയുന്നത്. അതിന് സമാനമായി ഞങ്ങൾ നീതിമാന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി മുകേഷിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മുകേഷിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് വട്ടയിട്ട് വാള പിടിക്കുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ. വട്ടയിട്ടിട്ട് ചൂണ്ടയിട്ടിട്ട് വട്ടേനെ കൊളുത്തിയിട്ടിട്ട് വാളയെ പിടിക്കുന്ന രീതിയാണ്. മുകേഷിനെ പോലെ ഒരാളെ തള്ളിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ മുകേഷിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം സീറ്റ് കൊടുക്കാമായിരുന്നു പറഞ്ഞിട്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കില്ല. മറിച്ച് കേരളത്തിൽ കോൺഗ്രസിലെ ഏറ്റവും പോപ്പുലറായ നേതാവ് ഷാഫി പറമ്പിലിനെതിരെ ആക്രമിക്കാനുള്ള ഏറ്റവും നല്ല വടിയായി രാഹുൽ മാങ്കൂട്ടത്തെ ഉപയോഗിക്കാമെന്ന് കണ്ടുകൊണ്ടാണ് അവർ തീർച്ചയായും ഈ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ നീതിമാന്മാരാണ് എന്ന് കാണിക്കാൻ ശ്രമിച്ചിരുന്നത്. എനിക്ക് ഒട്ടും ബഹുമാനമില്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു സംശയം ചോദിക്കുക. നിങ്ങളുടെ മരുമകൻ അദ്ദേഹം ആദ്യം കെട്ടിയ സ്ത്രീയെ ഭീകരമായി മർദ്ദിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരുടെ കുട്ടികളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു എന്ന ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ നിങ്ങൾക്ക് ഇന്ന് വന്ന് ഒരു പരാതി എഴുതി തന്നാൽ നിങ്ങൾ ഇതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് അന്വേഷിക്കുന്ന പോലെ അന്വേഷിക്കുമോ? നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ട് ഒരു പരാതി എഴുതി മേടിച്ചില്ലായിരുന്നു? അതെവിടെയായി ഇന്ന്? സരിത എന്ന് പറയുന്ന ഒരു ആരുടെയെല്ലാം കൂടെ കിടന്ന് അവൾക്ക് പോലും അറിയത്തില്ലാത്ത എന്ന് വെച്ചാൽ അവൾ പറയുന്നത് അത്ര ഒരു അഭിസാരികയുടെ കയ്യിൽ നിന്നൊരു പരാതി എഴുതി മേടിച്ച് നിങ്ങൾ അവർക്ക് ഉമ്മൻചാണ്ടി സാറിനെതിരെ കേസ് കൊടുത്തത് CBI എൻക്വയറിക്ക് വരെ പോയില്ലേ? അതെവിടം വരെ ആയി? ആ മനുഷ്യൻ മരിക്കാൻ നിങ്ങളും കൂടെ കൂടിയല്ലേ കാരണക്കാരൻ? നിങ്ങളാ ചെയ്ത ക്രൂരതയല്ലേ അയാൾ മരിക്കാനുള്ള കാരണക്കാരൻ? അപ്പോൾ അതുകൊണ്ട് പെണ്ണ് കേസിൽ ഈ സന്ദേശം സിനിമയിൽ ഒരു വാക്ക് ശങ്കരാടി പറയുന്നുണ്ട്. IRDP പാർട്ടിയിൽ കുറേ നല്ല ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവരെ ഏതായാലും പെണ്ണ് കേസിൽ കുടിക്കിയാൽ നമുക്ക് രക്ഷപ്പെടാം, അല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല, നിങ്ങൾക്ക് വികസനം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല, നിങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മൂല്യങ്ങളെപ്പറ്റി പറയാൻ കഴിയില്ല. ഇതൊന്നും അറിയാത്ത നിങ്ങളിപ്പം കമ്മ്യൂണിസത്തിന് യാതൊരു പ്രസക്തിയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് അമേരിക്കയിലെ ന്യൂയോർക്കിലെ മേയർ ജയിച്ചത് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് നടക്കാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കൊള്ള നടത്തുന്നതിൻ്റെ പുറകിലുള്ള കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്ത ഈ പറഞ്ഞ സ്വർണ്ണമോഷണം മുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ സ്വന്തം മകള് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൈക്കൂലി മേടിച്ച് പ്രതിയായിട്ടുണ്ട്. ഇത്തരം വരുന്ന നാണക്കേടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയല്ലേ ആ ചെറുപ്പക്കാരനെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ആ പരാതി കൊടുത്ത പെൺകുട്ടിയെപ്പറ്റി ഇന്ന് കേൾക്കുന്നത് എന്താ? അവർ ഇതിന് ശേഷം ഈ ഒരു ഭർത്താവ് ഉണ്ടായിരുന്ന ആളാണെന്നും അതിനിടയിലാണ് ഇയാളുമായിട്ട് ബന്ധപ്പെട്ടതെന്നൊക്കെ കേൾക്കുന്നു. ശരിയാണോ എന്നറിയത്തില്ല, ഇവിടെ മാധ്യമങ്ങൾ പറയുന്നതാണ്. ഇന്ന് രാഹുൽ ഈശ്വർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ ഈ സ്ത്രീയിൽ എന്ത് ധാർമ്മികതയുള്ളത്? ഇനി ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോട് ഓരോരുത്തരോടായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസ് നേതാക്കന്മാരോടും ഈ രാഹുലിനെ തള്ളി പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ എവിടെയെങ്കിലും ഇത്തരം വരുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ അതിൽ നിന്ന് പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടു പോയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ധാർമ്മികത പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെല്ലാം ഇത്തരം വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കഴിവുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അവൻ്റെ അടുത്തേക്ക് തേനീച്ച എടുക്കുന്ന പോലെ തന്നെ സ്ത്രീകളെടുക്കും. സ്വാഭാവികമായിട്ട് ഇതൊക്കെ സംഭവിക്കും. ഇപ്പോൾ ഈ സ്ത്രീ എന്തെങ്കിലും ഒരു മാന്യതയുള്ള ആളായിരുന്നെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവർ അവിവാഹിതയായിരുന്നു, ഇയാൾ അവരെ ചതിക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് DNA ടെസ്റ്റ് നടത്തി ഇവൻ്റെ ഈ കുട്ടിയെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ കളയില്ലെന്ന് പറയണം. എത്രയോ അമ്മമാരത് പറഞ്ഞിട്ടുണ്ട്, എത്രയോ സ്ത്രീകളത് പറഞ്ഞിട്ടുണ്ട്.
ധൈര്യമായിട്ട് അവർക്കൊരു പ്രൊഫഷൻ ഉണ്ടായുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ആ പ്രൊഫഷനിൽ ഈവൻ എന്നോട് ഇത് അനീതിയാണ് ഇതെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ആ കുട്ടിയെ ജനിപ്പിച്ച് ആ കുട്ടിയെ വളർത്തി DNA ടെസ്റ്റിലൂടെ ഇവൻ ആണത് ആ കുട്ടിയിൽ നിന്ന് ബോധ്യപ്പെടുത്തുകയും ഇവനോട് ജീവനാംശം മേടിക്കുകയും ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അയാൾ കെട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ കെട്ടുന്നതിന് മുമ്പ് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടെങ്കിൽ ഈ സ്ത്രീയും കൂടെ അതിന് ഉത്തരവാദിയാണ്, അല്ലാതെ ഒരാൾ മാത്രമല്ല. ഈ അമിതമായ ഫെമിനിസം പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീകൾ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറരുത്. ഇത് ആ സ്ത്രീ വേറൊരാളെ കെട്ടിയതാണ്, അതിനുശേഷം ഇവനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ട് ഇവൻ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു മനുഷ്യനും ഭാവിയിൽ വലിയ നിലയിൽ എത്താൻ സാധ്യതയുണ്ടെന്നുള്ളതൊക്കെ ആ സ്ത്രീ കാണിച്ചത് ഇവനെ അട്രാക്ട് ചെയ്ത് സ്വന്തം ഭർത്താവിനോട് കാണിച്ച അനീതിയല്ല. ഇനിയിപ്പോൾ ഇയാൾ ഭാര്യയാകുന്നതിന് മുമ്പാണ് ഈ സംഭവമെങ്കിൽ വേറൊരുത്തിനെ ചതിക്കുകയല്ലേ ചെയ്തത് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ എന്ത് ധാർമ്മികത അടിസ്ഥാനത്തിലാണ് ആ സ്ത്രീ ആ തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തത്? അങ്ങനെയുള്ള ഒരു സ്ത്രീക്ക് വേണ്ടി ഇന്ന് അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അബദ്ധം പറ്റി. അത് ഈ സമൂഹത്തിന് പൊറുക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ആ പുറത്ത് കൊടുക്കേണ്ടതാണ് ഈ സമൂഹം. കാരണം ഈ തെറ്റുകളും ക്രിസ്തു 2000 വർഷം മുമ്പ് നിങ്ങൾ ആരെങ്കിലും പാവമില്ലാത്തവർ കല്ലെറിയാൻ ഒന്നാമതായി വന്ന് കല്ലെറിയാൻ വന്നപ്പോൾ ഒരു മനുഷ്യനില്ലായിരുന്നു അവിടെ. ഇന്നും ഞാൻ പറയുന്നു, ക്രിസ്തു വീണ്ടും വന്നിട്ട് നിങ്ങളിൽ പാവമില്ലാത്തവൻ ഒന്നാമതായി വന്ന് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കാണില്ലെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇതിനു വേണ്ടി പീഡിപ്പിക്കുന്ന CPM എന്ന് പറഞ്ഞ ടെറർ ഓർഗനൈസേഷൻ്റെ ഈ പരിപാടി അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കാൻ പാലക്കാട്ടെ ജനങ്ങൾക്കാണ് കഴിയുന്നത്. CPM ഇത് ഒരാളോട് മാത്രമല്ല ചെയ്യുന്നത്. നിങ്ങൾ CPM-കാരനെതിരായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ, അല്ലെങ്കിൽ CPM പാർട്ടിക്കെതിരായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ, ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ കുറ്റം പറയും, ഇല്ലേ അപരാധം പറഞ്ഞു നടക്കും. അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ പറ്റും, ഏതെങ്കിലും ഗർഭസത്യാഗ്രഹം നടത്തിക്കും. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരാളെ അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തി അയാളെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയാണ് CPM എന്ന് പറഞ്ഞ പാർട്ടി ചരിത്രത്തിലൂടെ ഉപയോഗം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ജയിക്കണമെങ്കിൽ, ഇവർക്ക് രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കാൻ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവും പറയാനില്ലാത്ത സാഹചര്യത്തിൽ ഇന്ന് ഈ തരത്തിലുള്ള പെണ്ണ് കേസുകൾ ഉണ്ടാക്കിയ ആളുകളെ കൊടുക്കാന്നുള്ളതാണ്. ഞാൻ പിണറായി വിജയനോട് ഒരു കാര്യം പറയുന്നു. ബുദ്ധദേവ് ഭട്ടാചാര്യ ഇന്ന് ബംഗാളിൽ ഇരിപ്പുണ്ട്. മരിച്ചതാണോ മരിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. ആരും അറിയപ്പെടാതെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ള അധികാരം കയ്യിലിരിക്കുമ്പോൾ ഇത്തരം വൃത്തികേട് ചെയ്യുന്നവന്മാർ ചരിത്രത്തിൻ്റെ ചവിറ്റുകൊട്ടയിൽ അറിയപ്പെടാതെ പോയി അവസാനിക്കും എന്നുള്ളതായിരുന്നു നിങ്ങൾ ഓർത്തോളൂ. ഇന്ന് ത്രിപുരയിൽ ആരെങ്കിലും നിങ്ങളുടെ പാർട്ടിക്കാരെ അന്വേഷിച്ച് നടക്കുന്നുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ എത്രയോ സ്ഥലത്ത് ഈ പാർട്ടി ഉണ്ടായിരുന്നു. ഈ പാർട്ടി തകർന്ന് തരിപ്പണമായതിൻ്റെ പുറകിലുള്ള കാരണം ഇത്തരം ചതിയും കൊള്ളയും കാരണമാണ്. നിങ്ങളുടെ ആശയദാരിദ്ര്യം ഒരു വശത്ത്, ഇത്തരം ചതിയും കൊള്ളയും ഗുണ്ടായുസമാണ്. കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. യാതൊരു തരത്തിലുള്ള ഒരു 10 വർഷം കൊണ്ട് കേരളത്തിന് ഒരു പുതിയ സംഭാവനയും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ PR വർക്കിലൂടെ ആളുകളെ സ്വാധീനിക്കുകയും ആ കൊറോണ വന്നപ്പം നടത്തിയ പ്രകടനപരതി ഒക്കെയാണ്. വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രി ഈ സ്ത്രീക്ക് അനുകൂലമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തിയേ ഈ പറഞ്ഞ മരുമകൻ പീഡിപ്പിച്ചപ്പം, മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി പീഡിപ്പിച്ചപ്പം എന്തിയേ ഇവരാരും വന്നില്ലല്ലോ പുറത്ത്? എത്ര ആളുകൾ ഈ CPM-ൽ നിന്ന് പീഡകരായിട്ടുണ്ടായിരുന്നു? അന്ന് ഈ വീണ ജോർജിനെ പോലെ ആരെങ്കിലും വന്ന് ഇത് തെറ്റാണെന്ന് പറഞ്ഞിരുന്നു? മാർക്ക് തിരുത്തൽ ഉൾപ്പെടെയുള്ള എന്തെല്ലാം തെമ്മാടിത്തരങ്ങളാണ് ഈ പാർട്ടിക്കുള്ളിലുള്ളവർ കാണിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയെ ഒരു പെൺകുട്ടിയെ പെലച്ചി നിൻ്റെ വയറ്റിൽ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ ഒരു DYFI നേതാവല്ലേ, അന്ന് നിങ്ങളുടെ ശബ്ദം എവിടെയായിരുന്നു? അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ നടന്നാൽ അതിനെ പുതപ്പെട്ട് മൂടുന്ന സംസ്കാരമാണ് നിങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഇറങ്ങണം. കാരണം ആ ചെറുപ്പക്കാരന് ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരന് ആ തെറ്റായിട്ട് വേണം. ആ സ്ത്രീയായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് ഗർഭിണിയായി എന്നുള്ളത് തെറ്റൊന്നും അല്ലത്. അത് ഈ പ്രായമായിട്ടുള്ള മനുഷ്യർക്ക് ചെയ്യാവുന്ന കാര്യം. ആ സ്ത്രീയും കൂടെ കൂടി അതിൻ്റെ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണമായിരുന്നു. അവരത് നോക്കാത്ത അവരുടെയും കൂടി പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു അദ്ദേഹത്തിന് ഒരു ചെറിയ കയ്യബദ്ധം പറ്റി എന്ന് വേണമെങ്കിൽ അതും പറയാനില്ല, എങ്കിലും അത് വേണമെങ്കിൽ പറയാം. അയാൾ നടന്ന സംഭവം തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരണം. ഈ CPM പോലെ ആരെങ്കിലും ഒരു നല്ല നേതാവ് രാജ്യത്ത് ഉയർന്നു വന്നാൽ അവനെ ഈ തരത്തിൽ ടാറിഷ് ചെയ്യാൻ വേണ്ടി ഈ സ്ത്രീകളെ ഉപയോഗിക്കുന്ന ഈ സംസ്കാരത്തിനെതിരെ പാലക്കാട്ടെ ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത്. പാലക്കാട്ടെ ജനങ്ങൾ നിർബന്ധമായും എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത പ്രാവശ്യവും ഈ രാഹുലിനെ തന്നെ നിർത്തി അവിടെ ജയിപ്പിച്ച് കാണിച്ചു കൊടുത്ത ഈ പെണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിൽ നടത്തുന്ന ഈ അക്രമം ഈ പെണ്ണിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വ്യക്തികളെ കശാപ്പ് ചെയ്യുന്ന പരിപാടി, വ്യക്തികളുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുന്ന പരിപാടി, അത് അവസാനിപ്പിക്കാൻ പാലക്കാട്ടെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഒരു സാധ്യതയാണിത്. ഈ സാധ്യത നിങ്ങൾ ഉപയോഗിക്കണം. രാഹുൽ മാങ്കൂട്ടം ഉറപ്പായിട്ടും മുൻകൂർ ജാമ്യം എടുത്ത് നിർബന്ധമായും പാലക്കാട്ടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച്
താങ്കളുടെ ശക്തി കാണിക്കണം. കാരണം തീർച്ചയായും താങ്കളൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ടാകുന്ന ഒരു ബലഹീനത മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് യാതൊരു തെറ്റും താങ്കളുടെ ഭാഗത്തില്ല. ഈ സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങൾ MLA ആയപ്പോൾ നിങ്ങളെ കൊടുക്കാൻ വേണ്ടി, നിങ്ങളെ ക്യാരക്ടർ അസോസിയേഷൻ നടത്താൻ വേണ്ടി ആരുടെയൊക്കെ ചട്ടുകമായി, ഇവിടുത്തെ ഏതോ ഒരു ചാനലിൻ്റെയൊക്കെ ചട്ടുകമായി, മരമുറി ചാനലിനെ കണ്ട് പറഞ്ഞൊരു ചാനലിൻ്റെ ചട്ടുകമായി മാറിയതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കേരള രാഷ്ട്രീയത്തിൽ, കേരള സമൂഹത്തിൽ നാളുകളിൽ വളർന്നു വരുന്ന ഒരു അപജയത്തെ ഇല്ലായ്മ ചെയ്യാൻ, നാളെ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു അപജയത്തെ ഇല്ലായ്മ ചെയ്യാൻ പാലക്കാട്ടെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണിത്. അത് പാലക്കാട് ജനങ്ങളെ ഏറ്റെടുക്കണം. CPM എന്ന് പറയുന്ന ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇത്തരം വരുന്ന ഒരു ടെറർ ഓർഗനൈസേഷനാണത്. ആ ടെറർ ഓർഗനൈസേഷൻ്റെ ഇത്തരം വരുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട്, ജനകീയ ശക്തി ഉയർത്തിക്കൊണ്ട്, രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് നാളുകളിലെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ സാമൂഹിക തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരുത്തനോ ഈ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വരുന്ന അവിഖ്യാതികളുടെ പേരിൽ രാഷ്ട്രീയം വിട്ടോ സമൂഹം വിട്ടോ പോകേണ്ട ഗതികേട് ഉണ്ടാക്കരുത്. അതുണ്ടാക്കാതിരിക്കാൻ പാലക്കാട്ടെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അവസരമാണിത്. ഇത് ഇപ്പോൾ ഈ മുകേഷിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവർ കാണിച്ചിരിക്കുന്ന ഈ തന്ത്രം എന്ന് പറയുന്നത് ഷാഫിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് ഷാഫിയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇന്ന് കേരളത്തിൽ ഏറ്റവും ശക്തനായ ജനകീയ നേതാവായി വളർന്നു വന്നയാളാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്താണ് രാഹുൽ ചെയ്തിട്ടുള്ളത്. കാരണം ഷാഫിയെ പോലെ ഒരാളെ തകർത്ത് കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ തകർക്കാൻ കഴിയും എന്നവർക്കറിയാം. അതിലൂടെ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാം എന്ന് കഴിയും. അതുകൊണ്ട് ആ ഒരു ചിന്തയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഷാഫി പറമ്പലിനെതിരെയുള്ള വെല്ലുവിളിയാണ്, അല്ലാതെ മാങ്കൂട്ടത്തിനെതിരെയല്ല. അതുകൊണ്ട് മാങ്കൂട്ടം തിരിച്ചു വന്ന്, രാഹുൽ മാങ്കൂട്ടം താങ്കൾ തിരിച്ചു വന്ന് താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഈ കോൺഗ്രസ് നേതാക്കന്മാരെ തന്നെ പഠിക്കണം. എന്തായാലും സുധാകരൻ ഒരു സല്യൂട്ട്. കാരണം സുധാകരൻ ഈ കാര്യത്തിൽ നിലപാടെടുത്തത് അങ്ങ് യഥാർത്ഥത്തിൽ ഈ CPMകാരുടെ ഏറ്റവും കൂടുതൽ ഭീകരത അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക്, CPMകാർ ഉണ്ടാക്കുന്ന ട്രാപ്പുകളെ പറ്റി അങ്ങേക്ക് തിരിച്ചറിയാം എന്നുള്ള നിലയ്ക്ക് അങ്ങ് രാഹുലിനെ പിന്തുണച്ചതിന് അങ്ങനെയൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ടോം.